കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം കഥാപ്രസംഗ വേദികളിൽ ലക്ഷോപലക്ഷം ജനങ്ങളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ജനഹൃദയങ്ങളിൽ ഒരു കൊടുങ്കാറ്റായി മാറി ഒരു കഥാകൃത്ത്, ഭാവന കലാകാരൻ, ഒതുങ്ങാത്ത പ്രണയം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ആരുമറിയാതെ ഒതുക്കി പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം ചുരുളഴിക്കുവാൻ ശ്രമിക്കുന്നു. നമ്മൾ ഓരോരുത്തരുടെയും തൊട്ടാൽ പൊട്ടുമെന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന യൗവനത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരൻ കുട്ടിക്കാടൻ മാത്തുണ്ണി. നമുക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. സ്വാഗതം. അറ്റ്ലാന്റിക്കിന്റെ ഹൃദയഭാഗത്ത് ചിതറിക്കിടക്കുന്ന അനേകം മനോഹരമായ കൊച്ചു ഗ്രാമങ്ങളിലൊന്നാണ് സെന്റ് ലൂസിയ. അതിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് സന്ധ്യാവേളയിൽ ഞാൻ നിങ്ങളെ ആനയിക്കുക. കേരളത്തോട് എന്തുകൊണ്ടും കിടപിടിക്കുന്ന മനോഹര ഗ്രാമം. എങ്ങും തെങ്ങിൻ തോപ്പുകളും കുറ്റിച്ചെടികളും ചിത്രശലഭങ്ങളും തിങ്ങിഞ്ഞു നിൽക്കുന്ന സുന്ദരമായ ഒരു ഗ്രാമം. അവിടെ തീരത്തോട് ചേർന്ന കൊച്ചുകുഞ്ഞ്, ആ കുടുംബത്തിലെ ഇളയ മകനാണ് ഇന്ന് നമ്മുടെ കഥാനായകനുമായ മിലോ ഫെർണാണ്ടസ്. സെന്റ് ലൂസിയ എന്ന ഈ കൊച്ചു ദ്വീപിലേക്ക് ഒരു ദിവസം അമേരിക്കയിൽ നിന്നും ഒരു സമ്മറിൽ മീര എന്ന് പറയുന്ന യുവതി കടന്നു വരുന്നു. ഒരു ദിവസം ഉച്ചയോട് അടുത്ത സമയം മിലോ തന്റെ ഭവനത്തിന് പുറകിലുള്ള തീരത്തുകൂടി ഇതിന് ഉലാത്തുകയായിരുന്നു. അപ്പോൾ താൻ യാദൃശ്ചികമായിട്ട് ഈ മീരയെ കണ്ടുമുട്ടുവാൻ ഇടയാകും. ആ കണ്ടുമുട്ടൽ ഒരു സൗഹൃദത്തിലേക്ക് മാറുകയും ആ സൗഹൃദം ഒരു പ്രണയത്തിലേക്ക് മാറുന്നതിനും അധിക സമയം വേണ്ടി വന്നില്ല. മീരയുടെയും മിലോയുടെയും ഒരു ഇണപ്രാവിനെ പോലെ അറ്റ്ലാന്റിക്കിന്റെ ആ തീരത്ത് വിലസുകയാണ്. ഒരു ഇണത്തുമ്പിയെ പോലെ അവർ ആ തീരത്ത് തുടിച്ചാടുന്നു. അനേക സ്വപ്നങ്ങൾ അവർ പങ്കുവെച്ചു, അനേക കഥകൾ അവർ പങ്കുവെച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അവർ അറിഞ്ഞു. അവരുടെ വെക്കേഷന്റെ ദിനങ്ങൾ ആനന്ദമായി എന്ന് അറിയാതെ ഒരു പരിസരം മതിമറന്ന് ആ കടൽത്തീരം ആസ്വദിക്കുകയാണ്. മീര ഞെട്ടിത്തിരിഞ്ഞു നിൽക്കുന്നു. മിലോ, ഞാൻ നാളെ കഴിഞ്ഞ് അമേരിക്കയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. നാളെ കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് മടങ്ങിക്കയറണം. ഞാൻ മടങ്ങിപ്പോയി വരാം എന്ന് പറഞ്ഞ് മിലോയോട് യാത്ര പറഞ്ഞ മീര യാത്രയാണ്. ഇന്നലെ വരെ ഈ കടൽത്തീരം എത്ര മനോഹരമായിരുന്നു. ഇന്നെല്ലാം ശൂന്യമായിക്കൊണ്ടിരിക്കുന്നു. അവളുടെ കൈപിടിച്ച് നടന്ന ഈ തീരത്ത് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. ഓരോ ചുവടും ഓർമ്മയാണ്, ഓരോ പിഴയും ഒരു വേദനയായി ശേഷിക്കുന്നു. ഇല്ല, അവർ മടങ്ങി വരും. തിരകൾ എത്ര തവണ തീരം വിട്ടു പോയാലും വീണ്ടും മടങ്ങി വരും. അവൻ സ്വയം ആശ്വസിച്ചു. ഞങ്ങളുടെ കഥയുടെ ആരംഭിക്കുകയാണ് അനന്തസാഗരത്തിന്റെ അനുരാഗം. ഇതേ ഒരു പൈങ്കിളി കഥയല്ല, ഇതൊരു നാടോടി കഥയല്ല, മറിച്ച് വേദന തിങ്ങും ഹൃദയത്തിൽ എന്നോടൊപ്പം ഈ വേദി പങ്കിടുന്ന കഥാപ്രസംഗത്തിന് ഈണം നൽകുന്ന പ്രഗത്ഭ വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. സംഗീത ലോകത്തെ ഇടിവിട്ടു ഇതിഹാസവും പല അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ 2026 ഓസ്കാർ അവാർഡ് വിനയപൂർവ്വം നിരസിക്കുകയും ചെയ്തു പ്രസിദ്ധ സംഗീതജ്ഞൻ ചെമ്പെ ഭാഗവതയുടെ കാൽക്കീഴ് സംഗീതം അഭ്യസിക്കുകയും
പ്രസിദ്ധ ഗാതികൻ സാംബശിവന്റെ കഥാപ്രസംഗ വേദികൾക്ക് പിന്നണി ഗാനം ഒരുക്കുകയും ചെയ്ത കീബോർഡ് കൊണ്ട് വിസ്മയം സൃഷ്ടിക്കുന്ന സുന്ദരനും സുമുഖനുമായ സംഗീതജ്ഞൻ മാരിയത്ത് വിട്ടുണ്ണിമാക്കുന്നതാണ്. തമ്പുരു, ഇലത്താളം, കൈത്താളം ഇവയിൽ പ്രാഗൽഭ്യം നേടുകയും വിസ്മയം സൃഷ്ടിക്കുകയും യുവജനങ്ങളുടെ ആവേശവും ആരവമായി തീർന്നു. അമേരിക്കയിലെ പ്രസിദ്ധമായ വെയ്റ്റ് ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വാദ്യമേളത്തിൽ 7 വർഷം ഉപരിപഠനം നടത്തുകയും താളം കൊണ്ട് തലവേദികളെയും പ്രകമ്പനം കൊള്ളിക്കുകയും ചെയ്ത താളത്തിന്റെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന അലഹാൻഡ്രോ അലക്സ് പാട്ടുകളെ അമ്മാനമാടുകയും പ്രതിസന്ധികളെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുകയും പള്ളിമേളകളിൽ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുകയും ചെയ്ത പാട്ടുകൾക്ക് സ്വന്തമായി ഈണം പകരുകയും സ്വന്തമായി ഗാനങ്ങൾ ആലപിച്ച് സ്വന്തമായി തന്നെ പാട്ടുകൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ നേവിയുടെ ഗർജിക്കുന്ന സിംഹമായ തോൽവി എന്തെന്നറിയാത്ത തലതാഴ്ത്താൻ അറിയാത്ത കൊമ്പൻ രാജാവ് ആകാശവാണിയിലൂടെ സംഗീത ലോകത്തേക്ക് കടന്നു വരികയും ആകാശം മുട്ടേ സ്വരമുയർത്തുകയും ആകാശത്തെ സംഗീതത്തിന്റെ മഴവിൽ വിരിയിക്കുകയും പ്രശസ്ത സംഗീതജ്ഞ താളലക്ഷ്മിയുടെ കാൽക്കീഴ് താളം അഭ്യസിക്കുകയും താളത്തിന്റെ തമ്പുരാട്ടി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പാർവതി പരമേശ്വരൻ ഇവരുടെ കഥ ഇവിടെ തുടരുകയാണ്. ഇതൊരു പ്രേമത്തിന്റെ കഥയാണ്, ഇതൊരു അല്ലാടത്തിന്റെ കഥയാണ്. വേദനത്തിനും ഹൃദയത്തിൽ നിന്നു ഞാൻ വേരോടെ വാങ്ങി ഭരിച്ചതാണ് കഥ. കടലിന്റെ ആഴത്തിൽ നിന്നു ഞാൻ തീരം ഇവിടെ അറിയാതെ ഒരു സുപ്രഭാതത്തില് നിലോയുടെ വച്ച മുൻപെടുത്തുകയാണ്. ആശയും അഭിലാഷവുമെല്ലാം മാറുന്ന ഓർത്തും വഞ്ചി മുൻപെടുത്തുകയാണ്. വേദനത്തിനും
മുന്നോട്ട് പോകണം. കഥ മുന്നോട്ട് പോകണം. കഥ മുന്നോട്ട് പോകണം. കഥ മുന്നോട്ട് പോകണം. വയസ്സായി എന്നോർത്തു എത്രയും പെട്ടെന്നാവട്ടെ. ഇതൊരു പ്രേമത്തിന്റെ കഥയാണ്. ഇത് കല്യാണത്തിന്റെ കഥയാണ്. അങ്ങനെ നീണ്ട 20 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഒരിക്കൽ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ് അവൾ യാത്ര പറഞ്ഞു പോയതാണ്. മിലോ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഓരോ മഴയിലും അവളുടെ ഓർമ്മ, ഓരോ ഭൂമിയിലും അവളുടെ രുചി, ഓരോ തിരയിലും അവളുടെ കാഴ്ച, ഓരോ കാറ്റിലും അവളുടെ സുഗന്ധം. മുടിയിൽ നരവിടുന്നിരിക്കുന്നു, മുഖത്ത് പ്രായത്തിന്റെ വരകൾ തെളിഞ്ഞിരിക്കുന്നു. എങ്കിലും ഹൃദയത്തിൽ മാത്രം അവൻ അവൾക്ക് വേണ്ടി സൂക്ഷിച്ച പ്രേമം ഒരിക്കലും ചോർന്നു പോയില്ല. പിന്നെ ഒരു ദിവസം മിലോ തന്റെ സ്നേഹത്തെ തേടി തന്റെ പിതാവിന്റെ ആ കപ്പലിൽ അമേരിക്കൻ തീരം തേടി യാത്ര ചെയ്യുകയാണ്. ആ രാത്രി കടൽ ഉറങ്ങിയില്ല. നക്ഷത്രങ്ങൾ പോലും മറഞ്ഞുപോയിരിക്കുന്നു. കൊടുങ്കാറ്റിന്റെ കണ്ണിൽ ഒരു ചെറിയ ആ കപ്പൽ മുന്നോട്ട് നീങ്ങുകയാണ്. അറ്റ്ലാന്റിക്കിന്റെ നടുവിലൂടെ അതിലൊരാൾ മാത്രം കയ്യിൽ ഒരു പഴയ ചിത്രവുമായി, ഹൃദയത്തിൽ ഒരിക്കലും മരിക്കാത്ത പ്രണയവുമായി മിലോ ആഞ്ഞു തുടങ്ങുന്നു. അറ്റ്ലാന്റിക്കിലെ
സാറിന് പറയാം. കഥ പറയടോ, ഇത്രയും പേരെ വിളിച്ചു കൂട്ടിയിട്ട് താൻ കഥ പറ. കഥ പറയാം. കഥ പറയാം. കഥ പറയാം. കഥ പറ. ഓക്കെ. ഈ കഥ പറയാൻ പോകണം. കഥ കഥ പറയാൻ എനിക്ക് ചില സാഹചര്യങ്ങളൊക്കെ നടിപ്പിച്ച് വരണം. അതുകൊണ്ടാണ് ഞാൻ കഥ പറയാം. ഓക്കെ, കഥ പറയാം. ഈ വെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം നീ കളിക്കുന്നുണ്ടോ? വെള്ളം മുന്നോട്ട് പോകുന്നില്ലല്ലോ. വെള്ളം മുന്നോട്ട് പോകത്തില്ലേ? വെള്ളം ആക്ച്വലി ചുരുക്കപ്പെട്ടിരിക്കുകയാണ്. വെള്ളം മുന്നോട്ട് പോകത്തില്ലേ? വെള്ളം മുന്നോട്ട് പോകുന്നില്ല. എനിക്ക് മുതണമെന്ന് തോന്നുന്നു. റൂട്ട് വായിക്കുന്നു. റൂട്ട് മാറ്റി ഈ പാട്ട് ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു. ഒരു പിടി കിട്ടി. നീതിയെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് പിടി കിട്ടി. ഇതൊക്കെയുണ്ടോ കഥയിലൊക്കെ നമുക്ക് പോകാം. അങ്ങനെ മിലോയുടെ വാർത്തകൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതിലൊരാൾ മാത്രം കയ്യിലൊരു പഴയ ചിത്രം ഹൃദയത്തിൽ ഒരിക്കലും മരിക്കാനാത്ത പ്രണയമായി മിലോ ആഞ്ഞു തുടരുകയാണ്. തീരം എവിടെന്നറിയാതെ മിലോ വീണ്ടും ആഞ്ഞു തുടരുകയാണ്. പക്ഷെ ഒരു വിശ്വാസം മാത്രം അവരെ മുന്നോട്ട് നയിച്ചു. അവൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ അവളെ കണ്ടെത്തും. മരിച്ചിട്ടുണ്ടെങ്കിൽ അവളോടൊപ്പം ഞാനും കടലിൽ വിളിക്കും. മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മിലോ അങ്ങനെ ആഞ്ഞു തുടരുകയാണ്. അറ്റ്ലാന്റിക്കിന്റെ രീതിയിലൂടെ നീന്തൽ വശമായിരുന്നതുകൊണ്ട് ഇരകളെ എത്താൻ കൂട്ടുകാരാക്കി മിലോ ആഞ്ഞു തുടങ്ങി. ആകാശവും കടലും ഒന്നായി ചേരുന്ന ചക്രവാളത്തിലേക്ക് നോക്കി മിലോ നീട്ടി വിളിച്ചു, മീര, മീര, നീ എവിടെയാണ്? അറ്റ്ലാന്റിക്കിലെ വെള്ളങ്ങളിൽ പെട്ടെന്നായിരുന്നു നമ്മുടെ ചക്രവാളത്തിൽ ഒരു വിളക്ക് വിളിത്തത്. അതെ, അത് അമേരിക്കൻ തീരമാണ്. മിലോ നീട്ടി വിളിച്ചു, മീര, മീര. ഒടുവിൽ അറ്റ്ലാന്റിക്കിന്റെ തിരകളെ തോൽപ്പിച്ച മിലോ അമേരിക്കൻ തീരത്തെത്തുകയാണ്. അവന്റെ കണ്ണുകൾ ഒരാളെ മാത്രം തെരഞ്ഞുകൊണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നോട് യാത്ര പോലെ തന്നെ പ്രിയതമാണ്. പെട്ടെന്ന് ദൂരത്തു നിന്നും ഒരു പെൺകുട്ടി നടന്നു വരുന്നത് അവന്റെ ദൃഷ്ടിയിൽ ഒരേ ഉയരം, ഒരേ നടപ്പ്, ഒരേ രുചി. മിലോയുടെ ഹൃദയം ഇരുമ്പാറുണ്ട്. മീര, മീര എന്ന് വിളിച്ചുകൊണ്ട് അവൻ ഓടിയെടുക്കുകയാണ്. കെട്ടിപ്പിടിക്കണം ആഗ്രഹിക്കുന്നു. പെൺകുട്ടി ഞെട്ടിത്തിരിയുന്നു. എക്സ്ക്യൂസ് മീ സാർ, ഹൂ ആർ യു? മിലോ നിശ്ചലാണ്. നീയല്ലേ എന്റെ പ്രണയം, നീയല്ലേ എന്റെ സ്നേഹം. മിലോയുടെ ഹൃദയം ശക്തിയായി വിളിച്ചു. കണ്ണുകൾ നിന്നു. പെൺകുട്ടി പറഞ്ഞു, അല്ല, ഞാനല്ല മീര, ഞാൻ അവളുടെ മകളാണ്. എന്റെ മകൾ. അതെ, അമ്മ ഇപ്പോഴും ഒരു കഥ പറയുമായിരുന്നു. കരീബിയൻ ദ്വീപിൽ തനിക്ക് മിലോ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു എന്ന്. പെൺകുട്ടി ഒരു ചെറിയ നാണത്തോടെ മിലോയെ തുറച്ചു നോക്കി. നിങ്ങൾ ആ മിലോയാണോ? ഒരു നിമിഷം മിലോയ്ക്ക് ചിരിക്കുവാനോ കഴിയുവാനോ അറിയാതെ വിറയലോടെ നിന്നു. അവൻ മനസ്സിൽ പറഞ്ഞു, ഞാൻ തെരഞ്ഞത് അമ്മയെ, കണ്ടെത്തിയത് മകളെ. അപ്പോഴാണ് പെൺകുട്ടി വീണ്ടും പറഞ്ഞത്, വരും, അമ്മ ജീവനോടെയുണ്ട്, വീട്ടിലുണ്ട്. നിങ്ങളെ കണ്ടാൽ അമ്മ ഏറ്റവും വലിയ സന്തോഷിക്കും. വരൂ. മിലോ അവളെ പിന്തുടരുന്നു. മിലോയുടെ കണ്ണുകൾ പറഞ്ഞു. വർഷങ്ങളോളമുള്ള തന്റെ കാത്തിരിപ്പിന് വിരാമമിടാൻ പോകുന്നു. ഒടുവിൽ അവർ രണ്ടുപേരും നടന്ന് ആ വീടിനോട് അടുക്കുകയാണ്. പെൺകുട്ടി പറഞ്ഞു, കയറി വരും, അമ്മ അകത്തുണ്ട്. മിലോ വീട്ടിലേക്ക് പടികൾ പതുക്കെ കയറുകയാണ്. വാതിൽ പാതി തുറന്നു കിടന്നു. മിലോയുടെ ഹൃദയം ആഞ്ഞടിച്ചു. അകത്തൊരു വയോധിക ജനലിലൂടെ അറ്റ്ലാന്റിക് കടലിലേക്ക് നോക്കി നോക്കുന്നു. മിലോ ഓടിയെടുക്കാൻ ശ്രമിക്കുന്നു.
പ്രളയ നിശബ്ദത്തിൽ അവൻ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ മിലോ. ആ വയോധിക വർഗത്തില്ല. അപ്പോഴേക്കും ആ വാതിൽ ശക്തിയോടെ വന്നു. വീടാകെ ഇരുട്ടിലായി. മിലോയുടെ കാലുകൾക്ക് ശക്തി ക്ഷയിച്ചു. അവനവിടെ ഇരിക്കുവാൻ ശ്രമിക്കുന്നു. പുറത്ത് കടൽ വീണ്ടും ശക്തിയോടെ ഇറങ്ങിക്കുന്നു. ശബ്ദം പുറത്തു വന്നു. മിലോ പറയലോടെ ആ പണിയിലിറങ്ങി. ആ വാതിൽ ലഭിക്കുന്ന കാലം മിലോ വർഷങ്ങളായി അന്വേഷിച്ച പ്രേമം, മിലോ വർഷങ്ങളായി അന്വേഷിച്ച സ്നേഹം, അതോ ദൈവം അവനായി കണ്ടിരിച്ച മറ്റൊരു അത്ഭുതമോ? ആ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ ഇന്ന് പറയുന്നില്ല. ക്ഷമയോടെ കാത്തിരിക്കുക. അടുത്ത റിപ്പീറ്റിൽ ഞങ്ങൾ അതിന് മറുപടി പറയും. ആ പ്രണയത്തിന്റെ വാതിൽ, ആ അനുരാഗത്തിന്റെ വാതിൽ, ആ സ്നേഹത്തിന്റെ വാതിൽ അന്ന് നമുക്ക് ഒരുമിച്ച് നടത്താം. അതുവരെ മിലോയുടെ ഈ യാത്ര, മിലോയുടെ ഈ പ്രേമത്തിന്റെ യാത്ര, മിലോയുടെ അനന്തസാഗരത്തിന്റെ ഈ അനുരാഗം നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ ഓർമ്മയിലും കത്തുനിൽക്കട്ടെ. നമസ്കാരം. വേദന